പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഈ പകലിൽ സർവശക്തനായ ദൈവത്തെ ഈ ഭൂമിയിൽ ആരാധിപ്പാൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇരു കരങ്ങളും അടിച്ച ഹല്ലേലൂയ, ആദരങ്ങളെ തുറന്ന നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ആമേൻ. ഈ ആരാധനയിൽ നാം കേൾക്കാൻ പോകുന്നത് വളരെ ശക്തമായ ഒരു ദൈവാലോചന. ആമേൻ. സത്യമാണ്. ആമേൻ. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ആമേൻ. ഇത് വെറും ഒരു വാഗ്ദാനമല്ല, ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ആത്മീയ നിയമമാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരാത്മീയ ആമേൻ ഗാനം. ആമേൻ. അത് നാം കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം പരിശോധിക്കാം. ആമേൻ, ഞാൻ ദൈവത്തെ മാനിക്കുന്നുണ്ടോ? ആമേൻ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ആദ്യ സ്ഥാനമുണ്ടോ? ആമേൻ. ഈ ഗാനം ഒരു പാട്ട് മാത്രമല്ല, ഒരു സമർപ്പണമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹൃദയം തുറന്ന് രാജാവിനെ ആമേൻ മഹത്വം കൊടുത്തുകൊണ്ട് ആമേൻ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആമേൻ ഈ പാട്ട് പാടാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവത്തെ മാനിക്കുന്ന ഹൃദയം എന്നിൽ നീ ഉണർത്തണമേ. ലോകത്തിന്റെ ശബ്ദങ്ങൾക്കിടയിൽ നിന്റെ ശബ്ദം കേൾക്കണമേ. താഴ്മയിൽ ഞാൻ നടക്കുമ്പോൾ നീ എന്നെ ഉയർത്തുമേ. നിന്നെ ആദരിക്കുന്ന ജീവിതം എന്റെ വഴിയായി മാറണമേ. എൻ ഹൃദയം നിനക്കായി പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ജീവിതം നീ നയിക്കുമ്പോൾ മാനിക്കപ്പെടാനല്ല ഞാൻ നിന്നെ മാനിക്കാൻ ജീവിക്കും. നിന്റെ സന്നിധിയിൽ ഞാൻ സത്യമായി നിൽക്കും. എൻ കുടുംബം നിനക്കായി ആരാധനയായി മാറട്ടെ. എൻ ജീവിതം മുഴുവൻ നിന്നെ മഹത്വം വിളിച്ചു പറയട്ടെ. എന്റെ ഭയം നിനക്കായി പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ജീവിതം നീ നയിക്കുമ്പോൾ ഞാൻ. എൻ ഹൃദയം നിനക്കായി പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ജീവിതം നീ നയിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആമേൻ ദൈവകരങ്ങളിൽ ആഴമായി സമർപ്പിക്കുവാൻ കഴിയുന്നുണ്ട്? എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഹല്ലേലൂയ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അതിപിതാക്കന്മാർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് പോലെ ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ഞായറാഴ്ച ആരാധനയിൽ നാം കേൾക്കുവാൻ പോകുന്ന സന്ദേശം
വളരെ ലളിതമായ ഒരു വാക്കിൽ ഒതുങ്ങുന്നുവെങ്കിലും ദൈവം മാറ്റാൻ കഴിയുന്ന ആമേൻ ഒരു ദൈവിക സത്യമാണ്. നാം ദൈവത്തെ എങ്ങനെ കാണുന്നു, ആമേൻ, ദൈവം നമ്മെ ആമേൻ അങ്ങനെ തന്നെ കാണും. ഹല്ലേലൂയ. ഇത് മനുഷ്യന്റെ തത്വചിന്തയല്ല, ആമേൻ, ഈ ദൈവത്തിന്റെ ന്യായവിധിയാണ്. അതുകൊണ്ട് വചനം വ്യക്തമായി ആമേൻ നമ്മോട് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ന് തരാതെ. പ്രിയരെ, ഈ വചനത്തിൽ ഒരു വാഗ്ദാനം മാത്രമല്ല, ആമേൻ, ഒരു വിധിയും ഒളിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ പലതിനെയും മാനിക്കുന്നു. പണം, സ്ഥാനം, മനുഷ്യരുടെ അഭിപ്രായം, സോഷ്യൽ മീഡിയയിലെ അംഗീകാരം. പക്ഷെ ഒരു ചോദ്യം, നാം ദൈവത്തെ എത്രമാത്രം മാനിക്കുന്നു? കാരണം ദൈവത്തെ മാനിക്കുന്ന ജീവിതം അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ മാനിക്കുന്ന ജീവിതം അനുഗ്രഹത്തിലേക്കാണ് നയിക്കുന്നത്. ദൈവത്തെ ആമേൻ അവഗണിക്കുന്ന ജീവിതം ശൂന്യതയിലേക്കാണ് നയിക്കുന്നത്. ആകയാൽ എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പകലിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ പിതാവേ, അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകൽ ഇടപെടണമേ, സംസാരിക്കണമേ. അങ്ങേ മാനിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഇന്ന് പകൽ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ അങ്ങേ ആരാധിക്കുവാൻ കടന്നു വരുന്ന എല്ലാ ജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട്, ദൈവിക സന്തോഷം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ലോകമെമ്പാടും നടക്കുന്ന സകല വിശുദ്ധന്മാരുടെ ആരാധന അനുഗ്രഹിക്കുന്നതോടൊപ്പം അടികളുടെ കൂട്ടത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മുഴുവൻ മഹത്വവും മാനവും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം, ജനത്തെ അവിടുന്ന് ഒരുക്കണം. മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവത്തെ ആരാധിക്കുവാനായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. ആമേൻ. നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവവും എന്ത് ചെയ്യും? മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തെ മാനിക്കുന്നതിന്റെ ആദ്യ അടയാളം എന്ന് പറയുന്നത് ആരാധനയാണ്. ഹല്ലേലൂയ. ആമേൻ. മറ്റേതിനേക്കാൾ ഉപരിയായി ആമേൻ ഒരാഴ്ച മുഴുവനും ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി, ജയോത്സവമായി വഴി നടത്തിയെങ്കിൽ ആമേൻ, ഇന്ന് പകൽ ഭക്തനോട് ചേർന്ന് ഞാൻ പറയട്ടെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസം ഹല്ലേലൂയ നാം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. പലരും നന്ദിയില്ലാത്തവരായി ഇന്ന് പകലിലും അവരവരുടേതാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ദൈവമക്കൾ അവിടെ ഇവിടങ്ങളിലായി ആമേൻ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുക.
വിടുകയാണ്. ഹല്ലേലൂയ. നാം അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിടുവാൻ നമ്മെ സഹായിച്ച ദൈവം, ആമേൻ, നാം കിടന്ന പായിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ച ദൈവം അത്യുന്നതനാണ്. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 95:6 ഇങ്ങനെ വായിക്കുന്നത്, വരുവിൻ, ആമേൻ, നമുക്ക്, ആമേൻ, നമസ്കരിച്ച് വണങ്ങാം. ഹല്ലേലൂയ. ആമേൻ, നമുക്ക് എഴുന്നേറ്റ് ഹൃദയം തുറന്ന് രാജാവിനെ മഹത്വപ്പെടുത്താം. ആമേൻ, ദൈവത്തെ മാനിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഇന്ന് പകൽ ഉയരട്ടെ. ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ? ഹല്ലേലൂയ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സന്തതം കാണുന്നു ഞാൻ. സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ യാതിനാഴമാണ് നീടാനേത്ര ബഹുലമത്. എനിക്കാവതില്ലേ യാതിനാഴമാണ് നീടാനേത്ര ബഹുലമത്. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ഉല്ലാസമായി സന്നദ്ധം ചേർന്നിരുന്നു. ഓ മോദമേലും ഉല്ലാസമായി സന്നദ്ധം ചേർന്നിരുന്നു. ഏകജാതനാമേശുവേ പാതകത്താൽ തന്ന സ്നേഹമതി. തന്ന സ്നേഹമതിശയമേ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചു, ഒരു കാലത്തിലും ദയവായി. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചു,
ഒരു കാലത്തിലും ദയവായി സ്നേഹഭാവിയെ നീ എന്നെ സ്നേഹിച്ചതോ തന്നെ ആശ്ചര്യമേറിടുന്നേ സ്നേഹഭാവി ആശ്ചര്യമേറിടുന്നു ഓ എന്നതിശയമേ ദൈവത്തിൻ സ്നേഹ എത്ര മനോഹരമേ ഓ എന്നതിശയമേ ദൈവത്തിൻ സ്നേഹ എത്ര മനോഹരമേ
പോൽ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിരുന്നു എൻ പിതാവേ, വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. ഏതോ വാതിലുകൾ എന്നാലും അതിന്റെ വലിപ്പം സാരമില്ല. ഏതോ വാതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിലോ കാൽച്ചുവട്ടി. അവേ വന്മതിലോ കാൽച്ചുവട്ടി. കാണുന്നു വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അതീതനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർത്തി യമല്ല. അതീതനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി കൂടെ വരുവാൻ കർത്തനുണ്ട്. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാലു നാളായാലും കാറ്റം വാമിച്ചാലും കല്ലറവാതുക്കൽ കർത്തൻ വാഴും. നാറ്റം വാമിച്ചാലോ കല്ലറവാതിക്കൽ കർത്തൻ വാഴും. അതേ വിശ്വസിച്ചാൽ മഹത്വം കാണും. വിശ്വസിച്ചാൽ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. ആമേൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർത്തി. ഓ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. നടന്ന്
വിശ്വസിത്താലി മഹത്വം കാണും വിശ്വസിത്താലി മഹത്വം കാണും സാത്താന്റെ പ്രവൃത്തികൾ അറിയണോ കാണുമോ വിശ്വാസത്താ Lord Jesus, hallelujah, amen. വിശ്വാസത്തോടെ ഇന്ന് പകൽ മുമ്പിലുള്ള ചങ്ങടൽ മാറിപ്പോകുകയാണ്, മാറിപ്പോകുകയാണ്. ഹല്ലേലൂയ. മതിലുകൾ അമരുകയാണ്, ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവവും മാനിക്കും. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്നുള്ള ദൈവവചനത്തിന്റെ ആ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് മകൾ ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ സമസ്ത മേഖലകളിൽ അത് വെളിപ്പെടുന്ന പകല വിശ്വസിക്കുന്നവർ കരമടിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നത് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. കാരാഗൃഹത്തിനകത്ത് ആമേൻ പൗലോസും ശീലാസും ആമേൻ ദൈവത്തെ മാനിപ്പാൻ ഇടയായി തീർന്നത് അവരുടെ കഷ്ടതയിൽ, അവരുടെ വേദനയിൽ, അവരുടെ പ്രതികൂലത്തിൽ, അവരുടെ പ്രതിസന്ധിയിൽ അവർ ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ ആമേൻ അനേകരെ ഹല്ലേലൂയ ദൈവം മാനിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ മാന്യത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആമേൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ വിശുദ്ധാരാധന വഹിച്ചുകൊണ്ട് ആമേൻ കൂടി വന്ന ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് തുടർന്ന് നടക്കുന്ന വിശുദ്ധാരാധനയെ ഓർത്തുകൊണ്ട് ആമേൻ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ആരാധനയിൽ പങ്കാളിത്തം വഹിക്കുന്നവരെ ഓർത്തുകൊണ്ട് ആമേൻ പ്രിയ ടീച്ചറാന്റെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. Bluetooth mode. Paired. പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ എന്ന് പ്രാർത്ഥന. അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്ഥലത്ത് കർത്താവ് അങ്ങയുടെ സാക്ഷിയായി അവരെ ഓരോരുത്തരും നിർത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ കുടുംബത്തെ കർത്താവെ ഹല്ലേലൂയ തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹമുള്ള തലമുറയായി തീരുവാൻ ദൈവം കൃപ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ കുഞ്ഞുങ്ങൾ കർത്താവെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന നാഥ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ കർത്താവെ പോകുന്നിടത്ത് കർത്താവെ അവർക്ക് ജ്ഞാനവും ബുദ്ധി അറിവും എല്ലാം കൊടുത്ത് കർത്താവെ പൂർണ്ണ വിജയം കരസ്ഥമാക്കി പരീക്ഷയിൽ ദൈവം കൃപ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവമേ അങ്ങയുടെ വചനം അയച്ചവരെ സൗഖ്യമാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും ദൈവ അത്ഭുതം പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവ അത്ഭുതം പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന കർത്താവെ പങ്കുചേർന്നത് ദൈവമേ ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ അങ്ങ് ചെയ്തെടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ദേവദാസനെ ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവപ്രവൃത്തി അങ്ങ് ചെയ്തെടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനിലൂടെ നൽകി തരുന്ന വചനങ്ങൾ കർത്താവെ ഹൃദയത്തോട് ഗ്രഹിച്ച് അതുപ്രകാരം ജീവിക്കുവാനുള്ള കൃപ ഓരോരുത്തരുടെ മേലും പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അല്പസമയം ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഭയഭക്തിയോടെ ഇരിക്കുവാനുള്ള കൃപ ഓരോരുത്തരുടെ മേലും പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ എല്ലാ ലോകമെമ്പാടും നടക്കുന്ന എല്ലാ ആരാധനയും അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചെറിയ കൂട്ടത്തെയും അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. നാഥ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രം. കർത്താവെ തിരുവല്ലും പ്രാർത്ഥിക്കാൻ വിട്ടുപോയ വിഷയങ്ങൾക്കോർന്ന് മറുപടി അയച്ചിരിക്കുകയായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് പകലിലും ഈ കൂട്ടായ്മയിലൂടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ സർവകൃപാലമായ ദൈവം ഒരുക്കുന്ന മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓൺലൈൻ ഓഫ്ലൈൻ ആയിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രാരംഭത്തിൽ ആമേൻ കേട്ടത് ഇപ്രകാരമാണ്: ദൈവത്തെ മാനിക്കുക എന്നാൽ ദൈവം നമ്മെ മാനിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ മാനിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ആമേൻ നാം ഇന്ന് പകൽ ദൈവവചനത്തിലൂടെ ശ്രമിക്കുവാനായിട്ട് പോകുകയാണ്. പ്രിയ ദൈവജനമേ, ദൈവത്തെ മാനിക്കുക എന്നത് വാക്കുകളിൽ മാത്രമല്ല, അത് ജീവിതത്തിൽ ആമേൻ പ്രകടമാക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. കാണുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒക്കെ പറഞ്ഞിട്ട് മുഖസ്തുതിയൊക്കെ പറഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം ഹല്ലേലൂയ ലോക മക്കളെ പോലെ ആമേൻ നാം സമയം ചിലവിടുന്നുവെങ്കിൽ ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ ആമേൻ ദൈവത്തെ മാനിക്കുന്ന ആമേൻ പ്രവൃത്തി അത് വാക്കുകളിൽ മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രകടമാക്കേണ്ടതാണ്. ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദിനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ആമേൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ പലർക്കും എന്തില്ല, സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലർക്കും ആമേൻ മറ്റു പല കാര്യങ്ങൾക്കും ആമേൻ സമയങ്ങൾ ക്രമീകരിച്ച് അതിനുവേണ്ടി എന്ത് ചെയ്യണോ ഒരുക്കപ്പെടുകയാണ്. ഇന്ന ദിവസം ഇന്നത് ചെയ്യണം. ആമേൻ. അതിനുവേണ്ടി നാം എന്ത് ലീവ് വേണമെങ്കിലും, എന്ത് ആമേൻ നഷ്ടം വേണമെങ്കിലും, എന്ത് കഷ്ടം വേണമെങ്കിലും സഹിക്കും. പക്ഷെ ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയം ഹല്ലേലൂയ ഇന്ന് പലർക്കും എന്തല്ല ആമേൻ സാധ്യമല്ല. എന്നാൽ ഇന്ന് പകൽ ആമേൻ
കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മോട് പറയുന്നത് മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടു അകന്നിരിക്കുന്നു. ആമേൻ. ഈ ഞായറാഴ്ച പകലിൽ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി ദൈവവചനത്തിലൂടെ ഇടപെടുകയാണ്. എന്താ വചനം പറയുന്നത്? ഈ ജനം അധരങ്ങളാൽ എന്നെ എന്ത് ചെയ്യുന്നു? ബഹുമാനിക്കുന്നു. Praise the Lord. ആമേൻ. അടുത്തത്, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. Praise the Lord. Hallelujah. ഇന്ന് പകലിൽ പലരും പല കാര്യങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുകയാണ്, ഈ ജനം, ആമേൻ, ഈ ജനങ്ങൾ അധരങ്ങളാൽ എന്നെ എന്ത് ചെയ്യുന്നു? മാനിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം എന്നിൽ നിന്നും ദൂരെയായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം പുറത്തെ പ്രകടനം നോക്കുന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹൃദയം നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഹൃദയം ആമേൻ ആരുമായിട്ടാണ് ആമേൻ ഏകീഭവിച്ചിരിക്കുന്നത്? ആമേൻ. ഇന്നത്തെ പകൽ നിന്റെ ഹൃദയത്തിനകത്ത് നീ കൊടുത്തിരിക്കുന്ന സ്ഥാനമാർക്കാണ്? എന്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ദൈവം പോലും ആമേൻ 6 ദിവസം താൻ സൃഷ്ടിയിൽ ഏർപ്പെട്ടു, 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ ആഴ്ചയില് ആമേൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5-6 ദിവസം ആമേൻ ഈ ലോകത്തിൽ നമുക്ക് ആമേൻ അധ്വാനിക്കാനും ആമേൻ നമ്മുടേതാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഓടുവാനും ആമേൻ സമയം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഹല്ലേലൂയ ഈ 6 ദിവസവും നമ്മെ നടത്തിയ ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുവാൻ ദൈവം ആമേൻ ആഹ്വാനം ചെയ്യുമ്പോൾ അതിന് തയ്യാറാകാതെ ഈ പകലിലും അവരുടേതാകുന്ന വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, അവർ അധരങ്ങളാൽ എന്നെ മാനിക്കുന്നു, ഹൃദയം എന്നിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? അകന്നിരിക്കുന്നു. ഹല്ലേലൂയ. സദൃശവാക്യം 22-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. എടുത്ത് വായിച്ചിട്ട് ഗ്ലോറി ടു ഗോഡ് ജീസസ്. സദൃശവാക്യം 22-4 താഴ്മയ്ക്കും യഹോവാ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവ സന്നിധിയിൽ താഴുന്നവർക്ക് ആമേൻ ആമേൻ താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം 1 ധനം, 2 മാനം, 3 ജീവൻ. ഹല്ലേലൂയ. ഇവിടെ 3 അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 ധനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ധനത്തിന് പുറകെ ഓടുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. ധനം സമ്പാദിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്നു. ഇന്ന് പകലിലും അതിനുവേണ്ടി ഓടുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കൃപയാണ് ആമേൻ ഹല്ലേലൂയ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കൃപയാണ് ധനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ഉയർത്തൽ. ഹല്ലേലൂയ. എന്താണെന്നറിയോ? ആമേൻ. ദൈവത്തിന്റെ മാനമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവൻ ആത്മീയ നിറവാണ്. ദൈവത്തെ മാനിക്കുന്നവൻ ഹല്ലേലൂയ ഒറ്റയടിക്ക് ഉയരുകയല്ല. ആമേൻ. മെല്ലെ 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 എന്തിയോ ഉയരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ മാനിക്കാത്തതിന്റെ ഫലം സ്തോത്രം.
ദൈവത്തെ മാനിച്ചാൽ ഉണ്ടാകുന്ന ഫലവും ദൈവത്തെ മാനിക്കാത്തതിന്റെ ഫലവും ആമേൻ നമുക്ക് വിശുദ്ധ തിരുവഴുത്തിലൂടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തെ മാനിച്ച് നീ ദൈവമക്കൾ കൂടി വരുന്നിടത്ത് കൂടിയിരുന്ന് ആരാധിക്കുവാൻ തയ്യാറായാൽ അതിന് ആമേൻ ദൈവം നിനക്ക് ആമേൻ അനുഗ്രഹം തരും. ഹല്ലേലൂയ. ആമേൻ ധനം തരും, നന്മ തരും, ആയുസ്സും ആരോഗ്യവും തരും. ഹല്ലേലൂയ. അതുകൊണ്ടാ ദൈവമക്കളെ ആമേൻ കർത്താവ് ഇവിടെ വരുന്നത് വരെ ആമേൻ ദൈവമക്കൾ കൂടിയിരുന്ന ദൈവത്തെ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യർ 6:7. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആമേൻ. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആമേൻ. ടീച്ചർ ആന്റി, എന്താ ഈ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കളിയാക്കുക അല്ലേ? സ്തോത്രം. ആമേൻ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ അവഗണിക്കുന്ന ജീവിതം ശൂന്യതയിലേക്ക് ആമേൻ നയിക്കുവാൻ തക്കവണ്ണം ഇടയാകും. റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം വായിച്ചു. ഹല്ലേലൂയ. റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഹല്ലേലൂയ. ഒന്നുകൂടെ നിർത്തി വായിച്ചേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. അപ്പൊ ദൈവത്തെ അറിയാത്തവരല്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആരാണെന്നറിയാം, ദൈവത്തെ ആരാധിക്കണമെന്നറിയാം, ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്നറിയാം. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും ഹല്ലേലൂയ അവനെ ദൈവമെന്ന് അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുന്നില്ല മനഃപൂർവ്വം. സാഹചര്യങ്ങളെല്ലാം ദൈവം കൊടുത്തു. ദൈവം ആരാണെന്നറിയാം. ആമേൻ. ദൈവമാണ് എല്ലാം നയിക്കുന്നതെന്നറിയാം. ആമേൻ. എന്നാൽ ഇന്ന് ആമേൻ ദൈവത്തെ അറിഞ്ഞ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാതെ അവരുടെ നിരൂപണങ്ങളിൽ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി. അയ്യോ, എത്രയോ ആക്സിഡന്റുകൾ, എത്രയോ ആമേൻ അറ്റാക്കുകൾ, എത്രയോ പ്രതികൂലങ്ങൾ, എത്രയോ പ്രതിസന്ധികൾ ആമേൻ തലമുറകളെ ദൈവം നൽകി, കൊച്ചുമക്കളെ ദൈവം നൽകി, ആരോഗ്യം നൽകി, ബലം നൽകി. ഈ ദൈവത്തോട് നന്ദി കാണിക്കാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിവേകമില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സൗന്ദര്യമുണ്ടാകാം, പണമുണ്ടാകാം, കഴിവുണ്ടാകാം, ആമേൻ കായിക ബലമുണ്ടാകാം, പ്രൈസ് ദി ലോർഡ്, എടുത്തു പറയുവാൻ പലതും ഉണ്ടാകാം. പക്ഷെ വചനം പറയുന്നു അവർക്ക് എന്തില്ല? വിവേകമില്ല. വിവേകമില്ലാത്ത അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ആമേൻ. ഇരുളിൽ വസിക്കുന്നവർക്ക് ദൈവത്തെ നന്ദി പറയണമെന്നോ ദൈവത്തെ ആരാധിക്കണമെന്നോ ഒന്നും അവരുടെ ഹൃദയത്തിനില്ല. കാരണം അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ ഹൃദയം വിവേകമില്ലാത്ത ഹൃദയമാണ്. ഹല്ലേലൂയ. ആമേൻ. പിന്നെ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ ജ്ഞാനികളാണ്, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് നടക്കുന്നവര് ആരായി പോയി? മൂഢരായി പോയി. ഹല്ലേലൂയ. അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് മഹത്വം
ആമേൻ കൊടുക്കാത്തവർ. ഹല്ലേലൂയ. ഇതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ അപകടം. പ്രൈസ് ദി ലോർഡ്. അറിവുണ്ട്, അനുഭവമില്ല. പ്രൈസ് ദി ലോർഡ്. ടീച്ചർ ആന്റി, ആമേൻ, അനുഭവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹലോ, ഇങ്ങോട്ട് നോക്കിയേ. അനുഭവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല? ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല, നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, ചരിത്രത്തിൽ ദൈവം മാനിച്ചവരുണ്ട്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ശരിക്കും വായിക്കുക. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റാതെയായി. നോക്കണമേ, ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് സിംഹത്തിന്റെ ഇരയായി വലിച്ചെറിഞ്ഞ സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേൽ ചെയ്ത തെറ്റെന്താണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മാനിക്കുന്ന, ആമേൻ, ദൈവത്തിന് ആമേൻ മഹത്വം കൊടുക്കുന്ന ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് വലിച്ചെറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആ സിംഹം അവന് കേടുവരുത്താതെ അവനെ സൂക്ഷിപ്പാൻ ഇടയായി തീർന്നത് കൊണ്ട് രാജാവ് എന്ത് ചെയ്തു? അത്യന്തം സന്തോഷിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ദാനിയേലിനെ വേഗം സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ. രാജാവ് പറഞ്ഞത് എന്താ? വായിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റുവാൻ കൽപ്പിച്ചു. കണ്ടോ? ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. ഇന്ന് പകൽ ആമേൻ പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം, ആരാധിക്കുന്നത് മുഖാന്തരം, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നത് മുഖാന്തരം നിനക്കെതിരെ ആമേൻ ആര് എന്ത് പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ടാലും, ഏത് പ്രതിസന്ധിക്കകത്ത് നിന്നെ വലിച്ചെറിഞ്ഞ് തകർക്കാൻ നോക്കിയാലും രാജാവിനോട് ഇടപെടുന്ന ഒരു സ്വർഗമുണ്ട്. രാജാവ് പറയുകയാണ്, ആമേൻ, ദാനിയേലിനെ വലിച്ചു കയറ്റുക, ദാനിയേലിനെ രക്ഷിക്കുക. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റി. നോക്കണേ, രാജാവിനോട് വട്ടം കൂടി ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തേക്ക് എറിയുവാൻ രാജാവിന്റെ കൂടെ നിന്ന ആളുകളോട് രാജാവ് പറയുകയാണ്, അവനെ കയറ്റ്. ഹല്ലേലൂയ. ആര് നിന്നെ തകർക്കാൻ നോക്കിയോ, ആര് നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയോ, ആര് നിന്നെ വകവരുത്തുവാൻ നോക്കിയോ, ആര് നിന്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ നോക്കിയോ, അവരെ കൊണ്ട് തന്നെ നിന്നെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി ഇന്നും ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് വെളിപ്പെടുന്ന പകലാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്ക. ഈ തലമുറയിൽ ദാനിയേലിനെ പോലെ ദൈവത്തെ വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആരുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ദാനിയേലിന്റെ സമപ്രായക്കാരൊക്കെ രാജാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോ, രാജാവ് കൊടുക്കുന്ന ആഹാരവും വീഞ്ഞും കഴിച്ച ആമേൻ ജീവിക്കുമ്പോ അവരിൽ ഒരാളായി ഒതുങ്ങിപ്പോകാതെ രാജാവ് കൊടുക്കുന്ന വീഞ്ഞു കൊണ്ടോ ആഹാരം കൊണ്ടോ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ലെന്ന് തീരുമാനമെടുത്ത് നിലയുറച്ച് വിശ്വാസത്തിൽ കാൽച്ചുവടുകൾ വെച്ച ഭക്തന് വേണ്ടി വെളിപ്പെട്ട ദൈവ സാന്നിധ്യം ഇന്ന് പകലിലും വിശ്വസിക്കുന്ന ദൈവമൈതലേ, ആരാധിക്കുന്ന ദൈവമൈതലേ, ദൈവത്തെ മാനിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. വായിച്ചാട്ടെ.
അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. നിനക്കോ നിന്റെ തലമുറയ്ക്കോ നിന്റെ കൂടെ പറപ്പിനോ അത് ഒരു കേടും വരാതെ കണ്ടിരിക്കണമെങ്കിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിന്റെ പൈതലെ നിനക്കോ നിന്റെ തലമുറയ്ക്കോ ഇതൊന്നും ആമേൻ ഒരു ഭാരമായി തീരാതിരിക്കണമെങ്കിൽ നീ ദൈവത്തെ മാനിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. നോക്കിക്കേ, അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ദാനിയേൽ ദൈവത്തെ മാനിച്ചു. ദൈവം അവനെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 20 ആമേൻ 7-ാം വാക്യം ആമേൻ വേഗത്തിൽ വായിച്ചാട്ട. എന്നെ മാനിക്കുന്നവനെ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകലിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ആയിരിക്കുന്ന രാജ്യത്ത് ആമേൻ അതേ സ്വസ്ഥത നഷ്ടപ്പെട്ട അനേകർ കഴിയുമ്പോൾ ഹല്ലേലൂയ അവിടെയും സമാധാനത്തോടെ സ്വസ്ഥതയോടെ കഴിയുവാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം. സങ്കീർത്തനം 20:7. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. നാം യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ മാനിച്ചു. ദൈവം അവനെ രാജാവാക്കി. ഹല്ലേലൂയ. ബാല്യത്തിൽ ആമേൻ ദൈവത്തെ മാനിച്ചവരെയെല്ലാം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആത്മീയ ചരിത്രം ഒന്ന് നോക്കിക്കേ. മത്തായി സുവിശേഷം 24:12 ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 24:12. ഹല്ലേലൂയ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ആമേൻ. അനേകരുടെ സ്നേഹം എന്ത് ചെയ്യും? തണുത്തു പോകും. ആരോടുള്ള സ്നേഹം? ഒന്നാമത് ദൈവത്തോടുള്ള സ്നേഹം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോയോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയുന്ന ആന്റി? അമ്മയോടുള്ള സ്നേഹം മക്കൾക്ക് കുറഞ്ഞ അമ്മയെ വിളിക്കാൻ അവർക്ക് സമയം ഉണ്ടാകില്ല, അമ്മയെ കാണാൻ അവർക്ക് സമയം ഉണ്ടാകില്ല. ഉണ്ടാവും. അമ്മ വിളിച്ചാലൊട്ട് മൈൻഡ് ചെയ്യത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തില് ഈ അമ്മ അപ്പനൊക്കെ മരിച്ചു കഴിയുമ്പോ ആമേൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്തിനാണെന്നറിയോ? ജീവിച്ചിരുന്നപ്പോ അപ്പനും അമ്മയൊക്കെ സമ്പാദിച്ചിട്ട സ്വത്ത് വീതം വെക്കുമ്പോ ആമ ഈ കരയുന്ന പുള്ളികൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് വേണം? അപ്പൊ കൂടി വന്നിരിക്കുന്ന ബന്ധുജനത്തിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് ഇവര് ഭയങ്കരമായിട്ട് കരഞ്ഞ് എന്ത് ചെയ്യും? ഉയ്യോ, ആ ഡെഡ് ബോഡിയെ ഉമ്മ വെക്കുന്നു, അതിന്റെ മേളിൽ പൗഡർ ഇടുന്നു, അതിനെ സ്പ്രേ അടിക്കുന്നു, എന്തൊക്കെ ജീവിച്ചിരുന്നപ്പോ ഒരു ഉമ്മ കൊടുക്കാൻ പോയിട്ട് ആമേൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാനായിട്ട് എന്തില്ല? എന്തിന്? ഫോൺ വിളിച്ചാൽ പോലും ഒന്ന് എടുക്കാൻ എന്തില്ല? ഹല്ലേലൂയ. നമ്മളൊന്നും അല്ല കേട്ടോ, ലോകത്തിലുള്ളവരുടെ കാര്യമാണ്. ആമേൻ. വചനം പറയുന്നു സ്നേഹം തണുത്തു പോകും. മാതാവേ, നിന്റെ മക്കളുടെ സ്നേഹം തണുത്തു പോയതായി നിനക്ക് തോന്നുന്നുണ്ടോ? ആമേൻ. നിന്റെ മക്കൾ അന്വേഷിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? പിതാവേ, നിനക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? വചനം പറയുന്നു അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം എന്ത് ചെയ്യും? തണുത്തു പോകും. ആമേൻ. ഇത് ഭൂമിയിലായിരിക്കുന്ന മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാരും സഹോദരങ്ങളും ഒക്കെ ഉള്ള ബന്ധം അല്ലേ? എന്ന് ഒറ്റ സഹോദരിയേ ഉള്ളൂ. എന്തില്ല?
വിളിക്കാൻ, കാണാൻ, അന്വേഷിക്കാൻ സമയമില്ല. നമ്മുടെ കാര്യമല്ല കേട്ടോ, ലോകത്തിലുള്ളവരുടെ കാര്യമാണ്. അമ്മേ, എനിക്ക് ഒറ്റ സഹോദരിയുള്ള അമ്മേ, എന്റെ സഹോദരിക്ക് സമയമില്ല, എനിക്ക് അത്രയും ഇല്ല. കാരണം സ്നേഹം എന്ത് ചെയ്തു? ഹല്ലേലൂയ. അമ്മേ, ഇത് ഈ ഭൂമിയിലെ കാര്യം. നാം കിടക്കുന്ന പായിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നാം ആമേൻ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? ആരാധന നിന്റെ ജീവിതത്തിലുണ്ടോ? പ്രാർത്ഥന നിന്റെ ജീവിതത്തിലുണ്ടോ? കൂട്ടായ്മ നിന്റെ ജീവിതത്തിലുണ്ടോ? ഇതെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ വചനത്തിന്റെ നിവൃത്തിയാണ്. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം എന്ത് ചെയ്യും? തണുത്തു പോകും. ഹല്ലേലൂയ. മദ്ദലക്കാരത്തി മറിയം, മറ്റേ മറിയം ടീച്ചറാൻറ്റി രാവിലെ വീട്ടിൽ പണിയില്ലാത്തത് കൊണ്ടാണോ ആ കല്ലറയിലേക്ക് ഓടിയത്? നേരം വെളുത്ത വീട്ടിൽ മിറ്റമടിക്കണം, പിന്നെ പാത്രം കഴുകണം, പിന്നെ 3 നേരത്തെ ശാപ്പാടിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞായറാഴ്ച ആണെങ്കിൽ പറയാൻ വേണ്ട, ആകെ കിട്ടുന്ന ഒറ്റ ദിവസമാണ്. അന്ന് ബന്ധുക്കാരും പിന്നെ അയൽവക്കക്കാരും വരാത്തവരും എല്ലാം ഇട ദിവസം ഒന്നും വരികയല്ല, ആ ദിവസം നോക്കിയേ വരത്തുള്ളൂ. കാരണം എന്താ? സ്വത്രം. നീ ആരാധിക്കാൻ പോകരുത്. നീ ആരാധിച്ച ദൈവം മാനിക്കും. നീ ദൈവത്തെ മാനിച്ച് ജീവിച്ചാൽ ദേശത്ത് നീ മാനിക്കപ്പെടും. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. സ്വന്തം ബന്ധമൊക്കെ പറഞ്ഞ് ഞായറാഴ്ച നിന്റെ ആരാധന മുടക്കാൻ ആമേൻ ആരെങ്കിലും വന്നാൽ ആമേൻ പറഞ്ഞോണം, ഇന്ന് പകലെന്റെ ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, അനേകരുടെ സ്നേഹം തണുത്തു പോകും, കുടുംബങ്ങൾ തകരുന്നു. ആമേൻ. അനേക കുടുംബങ്ങൾ എന്ത് ചെയ്യാം? കാരണം എന്താ? ആമേൻ. കുടുംബത്തെ സ്ഥാപിച്ചവന് കൊടുക്കേണ്ട മഹത്വം എന്ത് ചെയ്യുന്നില്ല. ആമേൻ. സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? മാനിക്കുന്നില്ല. ആമേൻ. വിശ്വാസം ദുർബലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് പ്രാധാന്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഹല്ലേലൂയ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു. വേഗത്തിൽ. Thank you, Lord Jesus. Praise the Lord. Hallelujah. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കയില്ല. പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആകുമോ? തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാനാ പറഞ്ഞേ? വിട്ടൊഴിയുക. അവരെ കാണുമ്പോ ഈ അടയുണ്ടാക്കുമ്പോ ചക്കരയും തേങ്ങായും ഒരുമിച്ചിട്ടുണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ ഒരു പരുവത്തിൽ കൊണ്ടു നടക്കാനല്ല വചനം പറയുന്നത്. ആമേൻ. ഒന്നുകൂടെ വായിച്ചേ, ആരെങ്കിലും. ദൈവപ്രിയമില്ലാതെ എന്തില്ലാണ്ടി? ദൈവത്തോട് പ്രിയമില്ല, ദൈവത്തോട് സ്നേഹമില്ല. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച്. ഈ ഭോഗപ്രിയരെന്ന് പറഞ്ഞ എന്താ? നല്ല ശാപ്പാടൊക്കെ എന്ത് ചെയ്യണം? കഴിക്കണം അല്ലേ? എവിടെ പോയി വാങ്ങിക്കണമെങ്കിലും ആമേ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിച്ച് ഇങ്ങനെ ഭോഗിച്ച് ജീവിക്കണം. അതിന് സമയമുണ്ട്. ആമേ. അതിനുവേണ്ടി സമയം കണ്ടെത്തും, അതിനുവേണ്ടി ഓടും. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല, അതിനുവേണ്ടി പോകാൻ താല്പര്യമില്ല. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം എന്ന് വെച്ചാ ഭക്തന്മാരെ കാണുമ്പോ അവരുടെ മുമ്പിൽ വേഷം കെട്ടും.
ഭക്തിയുടെ വേഷം കൊണ്ട് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവ സാന്നിധ്യം പിന്നെ എന്തൊരു ആരാധന. ആമേൻ. അതിനെ ത്യജിക്കുന്നവര് ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുകയും. ഭക്തിയുടെ രൂപം ഉള്ളവരായിരിക്കും. പുറമെ ആത്മീയത, അകത്ത് ശൂന്യത. അതുകൊണ്ട് ആമേൻ പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം ആമേൻ 17-ാം വാക്യം പറയുന്നു, ആമേൻ ഞാൻ ഒരു പുതിയ തലമുറ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ലോകത്ത് ഇങ്ങനെ ആയിരിക്കുന്ന ജനതയുടെ ഇടയിൽ ഞാനൊരു പുതിയ തലമുറയെ എഴുന്നേൽപ്പിക്കും. എങ്ങനെയാ ഒരു പുതിയ തലമുറ എഴുന്നേൽപ്പിക്കുന്നത്? വായിച്ചു. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ട് ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? കർത്തരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യമല്ലേ വായിച്ചേ? 17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഇതാണ് ആദ്യം വായിച്ചത്. 120 പേരടങ്ങുന്ന ഒരു സംഘം ആമേൻ മാളിക മുറിക്കകത്ത് കൂടിയിരുന്നു. സ്തോത്രം. അവരുടെ മേൽ പകരപ്പെട്ട ആമേൻ ആത്മപകർച്ചയെ കുറിച്ചാണ്. ആമേൻ യോവേൽ പ്രവാചകന്റെ കാലത്ത് പ്രവചിച്ച പ്രവചനത്തിന്റെ നിവൃത്തിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവ പ്രിയരല്ലാതെ ഭോഗപ്രിയരായി ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു കൂട്ടം ആളുകള് കൂടിയിരുന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ ആമേൻ പ്രവചനത്തിന്റെ നിവൃത്തി എന്ത് ചെയ്യാൻ തുടങ്ങി? വെളിപ്പെടുവാൻ തുടങ്ങി. ആമേൻ. നിന്റെ തലമുറ നശിച്ചു പോകാതെ, നിന്റെ തലമുറ ഈ കാലഘട്ടങ്ങളിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കാണണമെങ്കിൽ ആമേൻ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് കയറണം. പ്രാർത്ഥന കൂട്ടായ്മയ്ക്കകത്ത് ഒരുമനപ്പെടണം. ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ആരാധിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ പകർച്ച നിന്റെ തലമുറയുടെ മേൽ വീഴും. നിന്റെ മാതാവിന്റെ മേൽ വീഴും. നിന്റെ പിതാവിന്റെ മേൽ വീഴും. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വീഴും. നിന്റെ ജീവിത പങ്കാളിയുടെ മേൽ വീഴും. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആ പ്രവചനത്തിന്റെ നിവൃത്തി ഇന്നും കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒരുമനപ്പെട്ട് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മധ്യേ സ്വർഗം പകരുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്ക. മദ്യപിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, കൊലപാതകം ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല, വെറി കൂട്ടത്തിലല്ല, അതെ ഭോഗപ്രിയരായിട്ടല്ല. നിന്റെ തലമുറ ഈ തലമുറയിൽ ദൈവനാമം മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ ആമേൻ ഉയർന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയാകും. ഹല്ലേലൂയ. നോക്കിക്കേ, ഞാൻ എന്റെ ആത്മാവിനെ ഒഴുക്കും. ദൈവം ഒരു പുതിയ തലമുറയെ ഉയർത്തുന്നു. വചനത്തിൽ ഉറച്ചവർ, പ്രാർത്ഥനയിൽ നിൽക്കുന്നവർ, ദൈവത്തെ മാനിക്കുന്നവർ. ഹല്ലേലൂയ. ആമേൻ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ കാത്തിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ആമേൻ. ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോവുകയാണ്. വചനത്തിൽ ഉറച്ചവർ, പ്രാർത്ഥനയിൽ നിൽക്കുന്നവർ, ദൈവത്തെ മാനിക്കുന്നവർ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ വചനത്തിന് സ്ഥാനമുണ്ടോ?
ഹല്ലേലൂയ. വചനപ്രകാരം ജീവിക്കുവാൻ നീ തയ്യാറാണ്? പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നവരാണോ? ദൈവത്തെ മാനിക്കുന്നവരാണോ? പ്രിയ ദൈവജനമേ, ഇന്നത്തെ സന്ദേശം ഒരു ഉപദേശം മാത്രമല്ല, ഒരു വിളിയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഇന്ന് ദൈവം ചോദിക്കുന്നു, നീ എന്നെ മാനിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാമനാണോ? എല്ലാ കണ്ണുകളും അടച്ചാണ്. ഹല്ലേലൂയ. കർത്താവേ, നിന്നെ അവഗണിച്ച ദിവസങ്ങൾക്കായി എന്നോട് ക്ഷമിക്കണമേ. എത്രയോ ആരാധന മുടക്കി, എത്രയോ സന്ധ്യ പ്രാർത്ഥന മുടക്കി, എത്രയോ വചന ധ്യാനം മുടക്കി. ഹല്ലേലൂയ. അങ്ങേ മാനിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം പറയുമ്പോഴും ദൈവത്തെക്കാൾ ഉപരി മറ്റു പലതിനെയും എത്ര കരുതലാന്നറിയോ? അയ്യോ, സ്തോത്രം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ, ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റ്, ദൈവം തന്ന ഒരു സാധനം, പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് അതിനെ താലോലിച്ചുകൊണ്ടിരിക്കുക. അത് നിന്റെ കുഞ്ഞാകാം, അത് നിന്റെ വസ്തുവാകാം, അത് നിന്റെ വീടാകാം. ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം നിന്റെ വീടിന് മോടി കൂട്ടാൻ നീ തയ്യാറാകുമ്പോ ഒരു കാര്യം ഓർത്തോണം. യഹോവ പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ജാഗരിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ ഇന്ന് പകൽ നിന്നെ അവഗണിച്ച ദിവസങ്ങൾക്കായി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. നിന്നെ മാനിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. നമ്മുടെ ജീവിതം അവിടുത്തെ സന്നിധിയിൽ ശരിയാക്കണമേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് യോശുവയുടെ പുസ്തകം 24:15 ഒന്ന് വായിച്ചാൽ. Glory to God, Jesus. Hallelujah. വേഗം വായിച്ചാൽ. യോശുവയുടെ പുസ്തകം ഷീജ വായിച്ചാട്ടെ. ടീച്ചറാജ് വായിക്കണ്ട, ഷീജ വായിക്കും. ജീസസ്, ഹല്ലേലൂയ. Glory to God, Jesus. Thank you, Lord Jesus. വേഗം എടുത്ത് വായിക്കും. യോശുവയുടെ പുസ്തകം 24:15. യഹോവയെ സേവിക്കുന്നത് ടീച്ചറാൻഡി ഷീജ വായിക്കട്ടെ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ശരിക്കും വായിക്കാം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ നിന്റെ വായിക്കുന്ന ആളോടെ പറയുന്നത്, നിന്റെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വന്ന ദേശത്തിലെ അമോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവി. ഞാനും എന്റെ കുടുംബമോ യഹോവയെ
യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ ഒറ്റയ്ക്ക് സേവിക്കുന്നാണോ? ഞാനും എന്റെ കുടുംബവുമോ? ഇതല്ല ആദ്യം വായിച്ചേ. ഈ ഹൃദയം കൊണ്ട് പറയുന്നതല്ലാതെ എവിടെ മക്കള്? ഞാനും എന്റെ കുടുംബവും. മക്കളെ, ഇന്ന് ഞായറാഴ്ച ആരാധിക്കേണ്ട ദിവസമാണ്. ഞാനും എന്റെ കുടുംബവും യഹോവ എന്ത് ചെയ്യും? സേവിക്കും. വിഷമിക്കണ്ട. ടീച്ചർ ആൻഡ് സിംഗിളാണ്. കുടുംബം അച്ചായനങ്ങ് പോയല്ലോ അല്ലെ? ഇന്നത്തെ തലമുറയുടെ കുഴപ്പമോ? എന്തോ ചെയ്യാം. ഭോഗപ്രിയരായി, ദൈവപ്രിയമില്ല, ദൈവത്തോട് നന്ദിയില്ല ജീവിക്കുന്നവരെ കണ്ടിട്ട യോശുവ പറയാണ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആയിക്കോ. നിങ്ങളുടെ അപ്പനില്ലേ? അപ്പന്റെ സ്വഭാവം എന്താ? ദൈവത്തോട് നന്ദി കാണിക്കത്തില്ല, ദൈവശക്തിയെ ഉൾക്കൊള്ളത്തില്ല, ദൈവത്തെ അംഗീകരിക്കത്തില്ല. അതുപോലെ നീ വായിക്കോ. പക്ഷെ ഞാനും എന്റെ കുടുംബം എന്ത് ചെയ്യും? ഇന്ന് നിത്യത ഈ വസിക്കുന്ന ആ കുട്ടപ്പച്ചാൻ താഴോട്ട് നോക്കുമ്പോ, അയ്യോ എന്റെ പ്രിയപ്പെട്ടവൾ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വരാൻ വേണ്ടി ഇന്ന് പകൽ എന്നെ മാനിച്ചെന്ത് ചെയ്യുക? ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ചട്ടത്ത് കൈവച്ച് ഒന്ന് പറ, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ചുമ്മാ പറയല്ലേ. സ്തോത്രം. ഓൺലൈനില് വീട്ടിലിരുന്ന് പറഞ്ഞോ? ഹല്ലേലൂയ. സ്തോത്രം. ഞാനും എന്റെ കുടുംബം എന്ത് ചെയ്യും? പക്ഷെ വീട്ടിലിരുന്ന് സേവിക്കണം. വീട്ടിലിരുന്ന് പണിയെടുത്തോണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. വീട്ടിലിരുന്ന് ഓൺലൈനില് ദൈവത്തെ എന്ത് ചെയ്യണം? ആന്റി ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തെ മാനിക്കും, എന്റെ ജീവിതം ദൈവത്തിനായി ജീവിക്കും. ഹല്ലേലൂയ. 1 ശമൂവേൽ 2:30 എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ സഭയിൽ ദൈവം മാനിക്കുന്ന മനുഷ്യൻ ഉയരും. ഹല്ലേലൂയ. ആമേൻ. സഭയിൽ ലജ്ജ കൂടാതെ വചനം വായിക്കുന്നുണ്ടോ? സഭയിൽ ലജ്ജ കൂടാതെ പാടുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവം മാനിക്കും. ദൈവം മാനിക്കുന്ന മനുഷ്യൻ ഉയരും. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണപ്പെടും. ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവ മക്കളെ, എല്ലാ കണ്ണുകളും അടച്ചാണ്. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളും അടച്ച് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്നാണ്. ഹല്ലേലൂയ. പലയിടത്തും തഴയപ്പെടുകയല്ലേ? പലയിടത്തും അവഗണിക്കപ്പെടുകയല്ലേ? പലയിടത്തും മാറ്റി നിർത്തപ്പെടുകയല്ലേ? ആമേൻ. കുടുംബക്കാർ അകറ്റി നിർത്തുന്നു, ദേശക്കാർ അകറ്റി നിർത്തുന്നു, ഉറ്റവരും ഉടയവരും എന്ത് ചെയ്യുന്നു? അകറ്റി നിർത്തുന്നു. ആമേൻ. ദാനിയേലിനെ തകർക്കാൻ നോക്കിയവരുടെ മുമ്പിൽ മാനിച്ചൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്നെയും മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, നന്ദി 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 നന്ദി.
ആരാധനാധികാരം യേശുവാ. നന്ദി 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 കർത്താവേ, നന്ദി 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 നന്ദി. ഓരി ശരാധരാധരാധ. ഹല്ലേലൂയ. കർത്താവേ നന്ദി 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 നന്ദി. യേശുവാ, കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കും. Hallelujah. Thank you, Jesus. ദൈവത്തെ മാനിക്കുന്ന ഹൃദയം നിന്നിൽ നീ ഉണർത്തണമേ. ലോകത്തിന്റെ ശബ്ദങ്ങൾക്കിടയിൽ നിന്റെ ശബ്ദം കേൾക്കണമേ. താഴ്മയിൽ ഞാൻ നടക്കുമ്പോൾ നീ എന്നെ ഉയർത്തുമേ. നിന്നെ ആദരിക്കുന്ന ജീവിതം എൻ്റെ വഴിയായി മാറണമേ. എൻ ഹൃദയം നിനക്കായി പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ജീവിതം നീ നയിക്കുന്നു. മാനിക്കപ്പെടാനല്ല ഞാൻ നിന്നെ മാനിക്കാൻ ജീവിക്കും. നിന്റെ സന്നിധിയിൽ ഞാൻ സത്യമായി നിൽക്കും. എൻ കുടുംബം നിനക്കായി ആരാധനയായി മാറട്ടെ. എൻ ജീവിതം മുഴുവൻ നിന്റെ മഹത്വം വിളിച്ചു പറയട്ടെ. വീണ്ടും കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Praise Jesus. Hallelujah. Thank you, Jesus. നന്ദി കർത്താവേ. Thank you, Lord. സ്വർഗ്ഗീയ പിതാവേ, ഇന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചതിനായി നന്ദി പറയുന്നു. ദൈവത്തെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അവിടുത്തെ വാഗ്ദാനം ഇന്ന് ഞങ്ങളുടെ ആത്മാവിൽ ആഴമായി പതിയുവാൻ ഇടയായതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങേക്കാൾ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, ഇന്ന് മുതൽ അങ്ങേ ആദരിക്കുന്ന ജീവിതം ജീവിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ തിരുത്തണമേ. ഞങ്ങളുടെ വഴികൾ അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് നയിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഓരോ വീട്ടിലും ആമേൻ അവിടുത്തെ സാന്നിധ്യം നിറയട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഓരോ വ്യക്തികളും ആമേൻ നിറയപ്പെടട്ടെ. കർത്താവേ, ഉയർന്നു വരട്ടെ. കർത്താവേ, സമാധാനവും ഐക്യവും ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും ഉണ്ടാകട്ടെ. കർത്താവേ, ഈ കാലഘട്ടത്തിൽ വെല്ലുവിളികൾ ആമേൻ ഹല്ലേലൂയ തലമുറകൾ വഴിതെറ്റാതെ, ജീവിതങ്ങൾ വഴിതെറ്റാതെ അവിടുത്തെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടുത്തെ കൃപ എല്ലാവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭയത്തിലല്ല വിശ്വാസത്തിൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ നടക്കുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ സ്പർശിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. പ്രശ്നങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ആമേൻ കടന്നു പോയിരിക്കുന്നവർ, കുടുങ്ങിയിരിക്കുന്നവർ ആമേൻ അവർക്ക് വഴി തുറക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അങ്ങയെ മാനിക്കുന്ന
സാക്ഷികളായി മാറട്ടെ. ഹല്ലേലൂയ. എവിടെയായാലും അവിടുത്തെ മഹത്വം പ്രതിഫലിക്കുന്നവരായി ജീവിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. രഹസ്യത്തിൽ അങ്ങേ മാനിക്കുന്നവരായി, പൊതുവിൽ ആമേൻ അങ്ങേ മാനിക്കുന്നവരായി മാറ്റണമേ കർത്താവേ. ഈ ആഴ്ച മുഴുവൻ അവിടുത്തെ കൃപയിലും സംരക്ഷണയിലുമായിരിക്കട്ടെ കർത്താവേ. എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും അവിടുത്തേക്ക് അർപ്പിക്കുകയാണ് കർത്താവ്. ഈ ബലത്തോടെ കടന്നു പോകുക എന്നുള്ള ദൈവവചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ പിരിയുന്നു. പിരിയ സാന്നിധ്യം കൂടിയിരിക്കണം. ഈ ആഴ്ചകളിൽ ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവെ, വിദ്യാഭ്യാസ മേഖലകളിൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എക്സാം നന്നായി എഴുതി വിജയിപ്പാൻ സ്വർഗം സഹായിക്കണം. ജോലിക്കായി കടന്നു പോകുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഭവനത്തിലായിരിക്കുന്നവരെ കാത്തുകൊള്ളണം. ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗികളായിരിക്കുന്നവരുണ്ട്, ക്ഷീണിതരായിരിക്കുന്നവരുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും അങ്ങ് കാക്കണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ കർത്താവെ. ഭവനത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ കർത്താവെ. ഈ ആഴ്ചയിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ സ്വർഗമിടയാക്കണമേ. വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്, ഇന്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. സ്വദേശത്ത് വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഏറിയ നന്മകളാൽ നിറയ്ക്കണം. ഓൺലൈനിൽ ഓഫ്ലൈനിൽ ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ അർപ്പിച്ച പുനേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദത്തിനായി നിൽക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയെ, മനസ്സലി ഉടയമാവോനദപാരേ, വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയമാവോനദപാരേ, വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെ ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെ ഇന്ന് പകൽ ഓൺലൈനിലൂടെ ആരാധനയെ സംബന്ധിച്ച എല്ലാവരോടും കൂടെ കർത്താവിന്റെ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ.